ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ലോകം മുഴുവൻ ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലും ധാരാളം പേർക്ക് കോവിഡ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഫലപ്രദമായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കൂടെ നമ്മുടെ ജനങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. ഇപ്പോൾ ഇതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടിയിട്ട് കൂടുതൽ പുറത്തുനിന്ന് ഇറങ്ങി നടക്കാതിരിക്കുക, അത്യാവശ്യത്തിന് മാത്രം പുറത്ത് പോവുക, നല്ല ശുചിത്വം പാലിക്കുക, കൈയൊക്കെ നന്നായിട്ട് കഴുകുക, അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, ഫാമിലിയായിട്ട് കഴിയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒന്നും പേടിക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു വെജിറ്റബിൾ കുർമയാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. അത് എണ്ണയൊന്നും ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം, ഇടിയപ്പം, നെയ്ച്ചോറ്, പൊറോട്ട ഇവരുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലാണ് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. കുറുമ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചതാണിത്. ഇനി വേണ്ടത് ഒരു 10 ബീൻസ് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 1/2 കപ്പ് കോളിഫ്ലവർ കഷ്ണങ്ങളായിട്ട് അടർത്തി വെച്ചിട്ടുണ്ട്. കോളിഫ്ലവർ കുറച്ച് സമയം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചത്. കുറുമ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അപ്പോൾ നമ്മൾ പച്ചക്കറി അരിയുന്ന സമയത്ത് തീരെ പൊടിയായിട്ട് അരിയരുത്. ഇതുപോലെ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ കൂടുതൽ വെന്തുടഞ്ഞു പോകും. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ കിഴങ്ങിന്റെ കളർ പെട്ടെന്ന് മാറിപ്പോകും. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ കുറുമക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണങ്ങിയ ഗ്രീൻ പീസ് ആണ്. അതൊരു 1/4 കപ്പ് 8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണിത്. 2 മീഡിയം സൈസിലുള്ള സവാള കഷ്ണങ്ങളാക്കി മുറിച്ചത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്. ഞാനിവിടെ ഒരു 10 കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യുമ്പോഴാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് പൊട്ടിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പ്, 2 ഏലക്ക. പട്ടയൊക്കെ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ഒന്ന് എടുക്കണം. കൂടുതൽ സ്പൈസസ് ഒന്നും നമ്മൾ എടുക്കരുത്. ഇനി പട്ടയും കറിവേപ്പും ഏലക്കയും ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് പൊട്ടിക്കണം. ഇപ്പോൾ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ അത് ചേർക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതാണ്. അതുകൊണ്ട് ആ ഭാഗം വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ഓർത്ത് ഇതിൽ ചേർക്കാൻ ശ്രദ്ധിക്കണം. സവാള കളറൊന്നും മാറിപ്പോകരുത്. സവാള ഒന്ന് സോഫ്റ്റായി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചക്കറികളൊന്നും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റണം. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം പ്രഷർ കുക്കർ മൂടി പച്ചക്കറി ഒന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വന്നു കഴിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം.
കൂടുതൽ സമയം കൂടുതൽ സമയമൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ വെന്തുടഞ്ഞു പോകും. ഇത് കുറുമയ്ക്ക് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് തേങ്ങാപ്പീരയും ഒരു 10 കശുവണ്ടി കുതിർത്ത് വെച്ചതുമാണ്. ഇനി വേണ്ട ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർക്കണം. കൂടുതൽ ജീരകവും ചേർക്കരുത്, ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്താൽ മതി. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിന്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വേവിക്കുന്ന സമയത്ത് പീസ് വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്താൽ മതി. അപ്പോൾ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും. വീണ്ടും കുക്കർ സ്റ്റവിൽ വെച്ച് സ്റ്റവ് ഓൺ ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് നല്ല തിക്കാണ്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ തിക്കാണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മൊത്തം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗ്രേവിയുടെ പാകം നോക്കി വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കുറുമ സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ കുറുമ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം. അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കുറുമ ഒന്നായിട്ട് ചെറുതായിട്ട് കുറുകി വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ കുറുമ പാകത്തിന് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറുമയിൽ എരിവിനായിട്ട് 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ രുചികരമായ കുറുമ റെഡിയായി കഴിഞ്ഞാൽ ഇനി റെഡിയായ കുറുമ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന നല്ല രുചികരമായ ഒരു കുറുമയാണിത്. വീണ്ടും ഇതുപോലുള്ള നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായ റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്